ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം ഇത് എടുത്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഞാനൊരു ഷോർട്സിൽ ഈ ഫ്ലവർ പെയിൻറ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ആ ഷോർട്സ് ഒന്ന് പോയി നോക്കുക കേട്ടോ. ഞാനിപ്പം ഇതൊരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു ക്ലോത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യണ സമയത്ത്, ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഓരോരോ ദിവസം ഓരോരോ ഡിസൈനും അല്ലെങ്കിൽ ഓരോരോ പാറ്റേണൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ ഇതിനെ മാറ്റിയിട്ട് ബാഗ്സോ അല്ലെങ്കിൽ പില്ലോ കവറോ അങ്ങനെയൊക്കെ ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പില്ലോ കവർ ആക്കാം, കുഷ്യൻ കവർ ആക്കാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാഗ്സ് ഉണ്ടാക്കാം. വാട്ടർ ബോട്ടിൽ ബാഗ്, സ്ലിംഗ് ബാഗ്, അതുപോലെ നോർമലായിട്ടുള്ള ഷോപ്പിംഗ് ബാഗ്, ടോട്ട് ബാഗ്, അങ്ങനെ പലതരം ബാഗുകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യണ സമയത്ത് നമ്മൾക്ക് അതിന് പറ്റിയ ക്ലോത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 1 മീറ്ററൊക്കെ ഒരു 2-3 ടൈപ്പ് ഓരോരോ മീറ്റർ ക്ലോത്ത് വാങ്ങിക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളറിലുള്ള ബാഗ്സുകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ മിനിമം 1 മീറ്റർ ഓരോ ക്ലോത്ത് വെച്ച് വാങ്ങിച്ചാലും മതി. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 2 മീറ്റർ ക്ലോത്തൊക്കെയാണ് ആവശ്യം വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോരോ ഡിസൈൻ ഇപ്പോൾ ലെങ്ത്ത് കണക്കാക്കിയിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ബാഗൊക്കെ ഡിസൈൻ ചെയ്യുവാണെങ്കിലും, അതേപോലെ തന്നെ കുഷ്യൻ കവറും പില്ലോ കവറൊക്കെ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ എവിടെയാണോ ഡിസൈൻ വരേണ്ടതെന്ന് നോക്കിയിട്ട് അവിടെ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പീസസ് ഒന്നും ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ചെയ്ത പിക്ചർ പോലും പിന്നീട് അത് വേസ്റ്റ് ആവാതെ പോവും. അപ്പോൾ അതൊരു ടിപ്പാണ്, ചെറിയ ടിപ്പാണ്. താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് ഒരു ക്ലോത്തിൽ തന്നെ ഇങ്ങനെ പഠിച്ച് അതിങ്ങനെ എടുത്ത് വെക്കണം എന്നാണെങ്കിൽ ഒരു ക്ലോത്തിൽ ഒരു 2 മീറ്റർ ക്ലോത്ത് വാങ്ങിയിട്ട് അതിൽ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് മുതൽ. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ടിപ്സ് തന്നതാണ്. താല്പര്യമുള്ളവർക്ക് വീഡിയോസ് കണ്ടിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഇത് ഒരു ക്ലോത്തിൽ പെയിൻറ്റിങ് ചെയ്തിട്ട് ഇതിനെ ഇപ്പോൾ ഒരു ചെറിയൊരു ലഞ്ചിന് നമ്മുടെ ടിഫിൻ ബോക്സൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ബാഗാക്കി മാറ്റാനായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയണത് 20 ഇഞ്ചാണ്. ഇതിപ്പോൾ ഡബിൾ ഫോൾഡാണ്. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയണത് ഇങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 20 ഇഞ്ചാണ്. അതുപോലെ ഹൈറ്റ് 14 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര തന്നെ ഏകദേശം. ഇപ്പം നമ്മൾ ലഞ്ചിനൊക്കെ ഒരു ബാഗാണ് ഉണ്ടാക്കുക, ലഞ്ച് ബോക്സൊക്കെ വെക്കാനായിട്ടുള്ള ബാഗാണ് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഏകദേശം ഈ ഒരു ലെങ്ത്തും വിഡ്ത്തും വേണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ ടിഫിൻ ബോക്സ് ഇതിൻ്റെ അകത്ത് വെക്കാനായിട്ടും പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് ടിഫിൻ ബോക്സ് ബാഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡിൽ വേണമെങ്കിലും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സൈഡിലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു ഡിസൈൻ ഇവിടെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിപ്പം ഇത് കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിലും ലൈറ്റ് കളർ ആയത് കൊണ്ട് ഇതിൻ്റെ മുകളിൽ, അതായത് അകത്ത് വരുന്നത് പോലെ ഇതേ ലെങ്ത് അതായത് ഇതേ അളവിൽ ഒരു ക്ലോത്ത് കൂടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ടാണ് നമ്മൾ ബാഗ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ലൈനിങ് മെറ്റീരിയലാണ്. എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. അതായത് ഇപ്പോൾ കയ്യിലിപ്പം സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി വന്ന പീസസൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെച്ചിട്ട് അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ എൻ്റെ ഇതിൽ ഇപ്പോൾ 2 ക്ലോത്തും, ഇപ്പോൾ ഈ ക്ലോത്ത് ആണെങ്കിലും ഒരു ബോട്ടം സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് പീസായിരുന്നു, അതിൻ്റെ ബാക്കിയും അതുപോലെ ലൈനിങ്ങും ബാലൻസ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സോ നമ്മളങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതല്ല ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ക്ലോത്ത് വാങ്ങിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു ബാഗ് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതേ ലെങ്ത്തിൽ ഇപ്പോൾ ഈ ക്ലോത്ത് എത്രയാണോ ലെങ്ത് ആൻഡ് വിഡ്ത്ത്, 14 ഇഞ്ച് ഹൈറ്റും 20 ഇഞ്ച് നീളവുമുള്ള ഒരു മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയത്.
അപ്പോൾ ലൈനിങ് പീസും ഇതേപോലെ ലെങ്ത് ആൻഡ് എത്രയാണോ വീതി അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു പീസാണ്. ഇപ്പം നിങ്ങൾക്കിത് ഒരു പീസ് കിട്ടിയില്ലെങ്കിലും 2 പീസായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇതൊരു പീസ്, അതായത് 14 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയിലും ഒരു പീസ്, അങ്ങനത്തെ 2 പീസ് എടുത്താലും മതി. ഇപ്പോൾ എനിക്ക് ജസ്റ്റ് ഫുള്ളായിട്ട് തന്നെ ഒരു പീസ് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അഥവാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നടുവിൽ ഒരു കട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാതെ ജസ്റ്റ് ഈ തുണി ഇങ്ങനെ മറിച്ചിട്ടിട്ട് ആദ്യം ഇവിടെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മടക്കി അടിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ലൈനിങ് പീസും ഈ പീസും നല്ല വശത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് സ്റ്റീം അലവൻസ് വിട്ട് അടിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഞാൻ അങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത്, അങ്ങനെ ചെയ്തോളൂ. പിന്നെ ബാക്കി ഈ സൈഡും 1/4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം അങ്ങനെ തന്നെ മടക്കി വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ക്ലോത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ 14 ഇഞ്ച് നീളം 10 ഇഞ്ച് വീതി അങ്ങനത്തെ 2 പീസ് വേണമെങ്കിൽ എടുക്കാം. അതല്ല അപ്പോൾ ഒരു പീസാണെങ്കിൽ ഒരു പീസും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, 1 ഇഞ്ച് വീതിയിൽ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുത്തിട്ട് ഒരു കയറ് വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ 1 ഇഞ്ച് വീതി, 1.5 ഇഞ്ച് വീതി വേണമെങ്കിൽ എടുക്കാം. 1.5 ഇഞ്ച് വീതിയിൽ എടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നല്ല വശവും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് 1/4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തോളൂ. ഇപ്പോൾ ഇത് 1/4 ഇഞ്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ വിസിബിൾ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കളറിൽ നൂലിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ മറിച്ചിട്ട് അടിച്ചിട്ട് കൊടുക്കുന്നത്. ഒരു ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ ക്ലോത്തിന് ഇങ്ങനെ വെച്ചിട്ട്, ഇപ്പോൾ ഇവിടെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇവിടെ 1/4 ഇഞ്ച് സീം അലവൻസിൽ ഈ സൈഡിലും അതുപോലെ ഈ സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ 1/4 ഇഞ്ച് സീം അലവൻസിൽ സ്റ്റിച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ബാൻഡ് ഇവിടെ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഇങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെയാണ് വെക്കേണ്ടത്. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന പോണ സമയത്ത് ഇവിടെ ഈ ബാൻഡ് എവിടെയാണോ വരുന്നത് അവിടെ ഡബിൾ ലോക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് അഴിഞ്ഞു പോകാതിരിക്കുള്ളൂ. എന്നിട്ട് ഈ സൈഡും ജോയിൻ ചെയ്യുക. അപ്പം നിങ്ങളുടെ ക്ലോത്തിൽ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലും ജോയിൻ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ബാഗ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 1/4 ഇഞ്ച് സീം അലവൻസിൽ 2 സൈഡും സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ ബാൻഡ് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാൻഡ് വെച്ച സ്ഥലത്ത് ഇവിടെ കുറച്ചധികം നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാൻഡ് കുറച്ചും കൂടി നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഇവിടെ സിക്സാക് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ നൂല് വരാതിരിക്കാനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിട്ട് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് എന്തുള്ളത്. നമുക്കത് നോട്ടൊക്കെ വെച്ചിട്ട് നല്ല ഇതാക്കി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൽ ലഞ്ച് ബോക്സ് വെക്കുന്നതെന്ന് നോക്കാം. ഒരു ചെറിയ ബോക്സ് വെക്കുന്നുണ്ട്, ഒരു സ്പൂണ് വെക്കുന്നുണ്ട്. അതുപോലെ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറിയ ബോട്ടിൽ, ഇത് ഗ്ലാസ് ബോട്ടിലാണ്, ഇങ്ങനത്തെ ഒരു ബോട്ടിലും കൂടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളും. എന്നിട്ട് നമുക്ക് അങ്ങനെ ഇത് ബാഗിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ലഞ്ച് ബാഗാണെങ്കിൽ ലഞ്ച് ബാഗിലും ഇതുപോലെ വയ്ക്കാം. അതല്ല നമ്മുടെ ബുക്സൊക്കെ വയ്ക്കുന്ന ബാഗിലാണെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്തിട്ട് ഒരു ക്ലോത്തിനെ നമ്മൾ ലഞ്ചിൻ്റെ ബാഗ്, ടിഫൻ ബോക്സൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബാഗാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഓൺ ചെയ്തോളൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.